ഹായ്, ഞാൻ സ്നേഹ. എസ് എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, നിങ്ങളിപ്പോൾ ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കും നിങ്ങളുടെ ബ്രേക്കപ്പ് ടെമ്പററി മാത്രമാണോ അതോ ശരിക്കും അവർ നിങ്ങളെ വിട്ടിട്ട് പോയതാണോ എന്നുള്ളത്. അപ്പോൾ ഇത് താൽക്കാലികം മാത്രമായിട്ടുള്ളൊരു ബ്രേക്കപ്പ് ആണ്, അവർ ഉറപ്പായിട്ട് നിങ്ങളിലേക്ക് തിരികെ വരും എന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്കത് അറിയാൻ പറ്റുക, അല്ലെങ്കിൽ അതിൻ്റെ സയൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യണത്. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ബ്രേക്കപ്പ് താൽക്കാലികമാണോ അതോ എന്നേക്കുമായിട്ട് ആ ബന്ധം ഇല്ലാതായതാണോ എന്നുള്ളത്. അപ്പോൾ ടെമ്പററി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമാധാനമൊക്കെ ആവുമല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മുടെ പോയിന്റ്സ് ഉള്ളത്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ, അവർ നിങ്ങളുടെ സോഷ്യൽ മീഡിയ എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഇത് ഞാൻ കുറേ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇപ്പം നമുക്ക് നേരിട്ട് അവരെ കാണാൻ പറ്റുന്നില്ല, ചിലപ്പോൾ അവരുമായിട്ട് കണക്ട് ആയിട്ടുള്ള ആളുകളെയൊന്നും ചിലപ്പോൾ വലിയ രീതിയിൽ നിങ്ങൾക്ക് കാണാൻ സംസാരിക്കാൻ പറ്റണമെന്നില്ല. പക്ഷേ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ നമ്മുടെ മൊബൈൽ നമ്മുടെ കയ്യിലുണ്ട്, അവരുടെ മൊബൈൽ അവരുടെ കയ്യിലുണ്ട്. സോ നമ്മളിടുന്ന പോസ്റ്റുകൾക്കോ നമ്മളിടുന്ന സ്റ്റോറി സ്റ്റാറ്റസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവർ റിയാക്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അവരിപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ വരാം, അതല്ലെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഈസി ആയിട്ട് അറിയാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും ഈസി ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സൈൻ എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ സോഷ്യൽ മീഡിയ അവരെപ്പോഴും വാച്ച് ചെയ്യും എന്നുള്ളത്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ, രണ്ടാളും ഇപ്പോഴും പരസ്പരം ജലസി ആയിരിക്കും എന്നുള്ളതാണ്. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാത്ത ജലസ് ഉണ്ടായിരിക്കും. അവരിപ്പോൾ വേറെ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ നിങ്ങൾക്കും അതുണ്ടാവും. നിങ്ങൾ മറ്റേതെങ്കിലുമൊക്കെ പേഴ്സൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അവർക്കും ഈ പറയുന്ന പോലെ തന്നെ ഒരു അസൂയയും കാര്യങ്ങളൊക്കെ വരും എന്നുള്ളതാണ്. സ്വാഭാവികമല്ലേ? നമ്മൾ സ്നേഹിക്കുന്ന ആളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളോട് മിണ്ടുന്നില്ല എന്നാൽ ബാക്കിയുള്ളവരോടൊക്കെ മിണ്ടുന്നുണ്ട്. അപ്പം നമുക്ക് ഒരു ദേഷ്യവും അസൂയയും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും. തിരിച്ച് അങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്പം നമ്മളുടെ ലൈഫിലൊക്കെ വലിയ രീതിയിലുള്ള ഗ്രോത്തും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ പ്രണയത്തിലിരുന്ന പോലെ അല്ല, അതിനേക്കാൾ വലിയ രീതിയിലുള്ള ഉയർച്ചകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് കാണുന്ന അവർക്ക് എന്തായാലും അസൂയ വരും എന്നുള്ളതാണ്. നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് കാണുമ്പോഴൊക്കെ അവർക്ക് അസൂയ വരും. നിങ്ങൾക്കും അതേപോലെ ഫീൽ ചെയ്യുന്നുള്ളതാണ്. അവർ നിങ്ങളില്ലാതെ ഹാപ്പി ആണെന്നുള്ളത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നുണ്ടാവില്ല. വലിയ ബുദ്ധിമുട്ടായിരിക്കും. അത് അറിയുമ്പോൾ സഹിക്കാൻ തന്നെ ചിലപ്പോൾ കഴിയുണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്കൊരു ഈ ഒരു ജലസി ഫീലിംഗ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് മറ്റൊരു സൈനായിട്ട് നമുക്ക് എടുക്കാം. നിങ്ങളുടെ ബ്രേക്കപ്പ് താൽക്കാലികമാണ്, ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ രണ്ടുപേരുടെ ഉള്ളിലും സ്നേഹം ഉണ്ട് എന്നുള്ളത്. ഇനി മൂന്നാമത്തെ സൈൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫ്രണ്ട്സിനോട് നിങ്ങളെക്കുറിച്ച് അവർ സംസാരിക്കും എന്നുള്ളതാണ്. ഫ്രണ്ട്സിനോടെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കാം, അതല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനോട് പറയാം. ഇപ്പം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു മ്യൂച്വൽ ഫ്രണ്ടൊക്കെ ഉണ്ടായിരിക്കും, അപ്പോൾ അവരോടൊക്കെ സംസാരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളോട് നിങ്ങളെക്കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ടാവും. അത് മോശമായ രീതിയിലാവില്ല, നല്ല രീതിയിൽ സംസാരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ഭയങ്കര മോശമായിട്ടൊക്കെയാണ് പറയണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളോട് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്, ഭയങ്കരമായിട്ട് ദേഷ്യമുള്ളതുകൊണ്ടായിരിക്കും. അങ്ങനെയൊന്നല്ല, നിങ്ങളെക്കുറിച്ച് വളരെ ശാന്തമായ രീതിയിൽ കൂളായി സംസാരിക്കുകയാണ്, കുഴപ്പമൊന്നുമില്ല. നിങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് കുറ്റങ്ങളും കാര്യങ്ങളൊന്നും പറയുന്നില്ല, നല്ല രീതിയിലാണ് സംസാരിക്കുന്നത്. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള പല കാര്യങ്ങളും അറിയാനുള്ളൊരു താല്പര്യം കൊണ്ട് ചോദിക്കുകയാണ് എന്നൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളെക്കുറിച്ച് അറിയാനുള്ളൊരു താല്പര്യവും ഒക്കെ ഉണ്ട്, അതായത് ഇൻട്രസ്റ്റ് ഇപ്പോഴും നിങ്ങളോടുണ്ട് എന്നുള്ളത്. ഈ നാലാമത്തെ പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ, മുമ്പും ഇത്തരത്തിലുള്ള ടെമ്പററി ആയിട്ടുള്ള ബ്രേക്കപ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എന്നുള്ളതാണ്. നിങ്ങൾക്കിടയിൽ മുമ്പും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, അപ്പോഴും ബ്രേക്കപ്പ് ആയിട്ടുണ്ടാവും, വീണ്ടും അത് പാച്ചപ്പായി വന്നിട്ടുണ്ടായിരിക്കും, പിന്നെ റിലേഷൻഷിപ്പായി കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്കും വീണ്ടും ബ്രേക്കപ്പ് ആവും. അപ്പൊ ഈ ഒരു സംഭവം ഇത് ആദ്യമായിട്ടാവില്ല, മുന്നും ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ മുന്നും ബ്രേക്കപ്പ് സംഭവിച്ച് വീണ്ടും നിങ്ങൾ ഒരുമിച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ ആവാനുള്ള സാധ്യത ഇത് വളരെ കൂടുതലാണ്. അപ്പോൾ അത്തരത്തിൽ ആ ഒരു ദേഷ്യം പിണക്കും സങ്കടമൊക്കെ കഴിയുമ്പോഴത്തേക്കും അവർ തിരിച്ചു വരും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ മുന്നേ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു നല്ലൊരു സൈനായിട്ട് എടുക്കാം, ഇനിയും അതേപോലെ ഓക്കെ ആവും എന്നുള്ളതിൻ്റെ. ഇനി അഞ്ചാമത്തെ ഒരു സൈൻ എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മെസ്സേജ് കാര്യങ്ങളൊക്കെ അയക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവരതിനെ റെസ്പോണ്ട് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു മെസ്സേജ് പോവുകയാണെങ്കിൽ അത് കണ്ട അപ്പോൾ തന്നെ അവർ നിങ്ങൾക്ക് റിപ്ലൈ തരും. ചിലരെന്ന് പറയുമ്പോൾ നമ്മളോട് തീരെ ഇഷ്ടമില്ലാത്ത ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മെസ്സേജ് കണ്ടാൽ പോലും റിപ്ലൈ തരില്ല. ചിലപ്പോൾ അവർ നമ്മുടെ മെസ്സേജ് എടുത്ത് നോക്കിയിട്ടുണ്ടായിരിക്കും, ഡബിൾ ടിക്കും ബ്ലൂ ടിക്കും ഒക്കെ പോയിട്ടുണ്ടാവും, പക്ഷെ റിപ്ലൈ മാത്രം വരുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. പക്ഷെ ഇവരങ്ങനെയൊന്നും ആയിരിക്കില്ല. ഇപ്പോഴും ഇഷ്ടമുണ്ട്, പച്ചപ്പാവാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ എടുത്ത് നോക്കുകയും അതിന് റിപ്ലൈ തരും ചെയ്യുന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ഒരു പെട്ടെന്നൊരു റിപ്ലൈ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു സൈനായിട്ട് എടുക്കാം, നിങ്ങളോട് ഒരുപാട് ഇഷ്ടമുണ്ട് എന്നുള്ളത്. ഇപ്പം ഈ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് ശരിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പക്ഷേ ഇത് സംഭവിക്കാൻ സാധ്യത കുറവാണ്, കാരണം നിങ്ങൾ ചിലപ്പോൾ അങ്ങോട്ട് മെസ്സേജ് അയക്കണം എന്നില്ല. അങ്ങനെ അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നടക്കുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവർക്ക് ഇപ്പോഴും നിങ്ങളെ വേണം, നിങ്ങളെ റിലേഷൻഷിപ്പ് വേണം, പെട്ടെന്ന് ഓക്കെ ആവണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എന്നുള്ളത് തന്നെയാണ്.
അപ്പോൾ ഈ പറഞ്ഞ സൈനുകളൊക്കെ ഇപ്പോഴും നിങ്ങൾക്കിടയിൽ സംഭവിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെയാണ് സിറ്റുവേഷൻ എന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ വലിയ രീതിയിലുള്ള സൈൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അവർ തിരികെ വരും എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രേക്കപ്പ് താൽക്കാലികമാണെന്ന് അറിയാനായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ധാരാളമാണ്. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുള്ള ഈ ഒരു ബ്രേക്കപ്പ് എന്ന് പറയുന്നത് താൽക്കാലികമാണോ അതല്ലെങ്കിൽ ഇനി അവരൊരിക്കലും തിരികെ വരില്ലേ എന്നുള്ളത്. ഈ ഒരു സമയത്ത് വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് ഒക്കെ ആയിട്ടിരിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ കുറേ നാൾ ആയി ബ്രേക്കപ്പ് ആയിട്ട്, അതായത് കുറേ നാളായി ബ്രേക്കപ്പ് ആയിട്ട് 3-4 മാസമൊക്കെ ആയി, പക്ഷെ ഇപ്പോഴും എനിക്ക് ആളെ മറക്കാനായിട്ട് പറ്റുന്നേ ഇല്ല, ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അതേപോലെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ ഉള്ള ആളുകളും ഇനിയിപ്പോൾ എങ്ങനെ ഓക്കെ ആവണമെന്ന് അറിയാതിരിക്കുന്ന ആളുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ ആവശ്യമുണ്ട്. സോ ഒരു പേഴ്സണൽ ഗൈഡൻസ് കിട്ടിയാൽ നല്ലതായിരുന്നു, നിങ്ങൾക്ക് ഓക്കെ ആവാൻ, റിലേഷൻഷിപ്പ് ഓക്കെ ആവാനായിട്ട്, അവരെ തിരികെ കൊണ്ടുവരാനായിട്ട്. ഇങ്ങനെയൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പേഴ്സണൽ ഗൈഡൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നമ്മുടെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്